നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും ലാമിൻ്റെ പ്രൈവറ്റ് ലൈഫിനെ കുറിച്ചൊക്കെ പറയുന്നു. ചങ്ങായിമാരെ, കളിക്കളത്തിൽ അവൻ മികച്ച കളിക്കാരനായിരിക്കാം, പക്ഷേ ജീവിതത്തിൽ അവൻ വെറും 18 വയസ്സുള്ള കുട്ടിയാണ്. ആ കാര്യം മനസ്സിലാക്കണം. പറയുന്നത് കിലിയൻ എംബാപ്പയാണ്. യെസ്, ഫ്രാൻസിൻ്റെ സൂപ്പർ താരം, ലാമിൻ യമാലിൻ്റെ FC ബാഴ്സലോണയുടെ ചിരവൈദികളായ റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ അസർബൈജാനെതിരെ ഇന്ന് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം കളിക്കാൻ ഇറങ്ങിയാണ് ഫ്രാൻസിന് വേണ്ടി. ആ കളി രാത്രി 12:15 അതിന് മുന്നോടിയായിട്ട് ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടിരുന്നു. അപ്പോഴാണ് യമാലിനെ കുറിച്ചുള്ള ഇങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുന്നത്. ആളുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവാണ്, ആളുകൾ അവൻ്റെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് യമാലിനെ വെറുതെ വിടണം. കാരണം ഇൻ ഫുട്ബോൾ അവനൊരു ഗ്രേറ്റ് പ്ലെയറാണ്, ബട്ട് ഇൻ ലൈഫ് അവൻ വെറും 18 വയസ്സുള്ളൊരു കുട്ടിയാണ്. അതെങ്കിലും തിരിച്ചറിഞ്ഞ് വേണം അവനെ ക്രിട്ടിസൈസ് ചെയ്യാൻ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ എംബാപ്പെ ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് മാറി റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്നത് കൊണ്ട് താമസമൊക്കെ മാഡ്രിഡിലാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ നല്ല രൂപത്തിൽ മാഡ്രിഡിൽ സെറ്റിൽഡ് ആയിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ് ഇവിടെ. പക്ഷേ ഇത് ഇപ്പം ഞാൻ ഫ്രാൻസ് മോശമാണെന്നോ ഫ്രാൻസിനെ ഞാൻ മോശമാക്കി പറഞ്ഞു എന്നൊന്നും ആരും പറയണ്ട. ബട്ട് ഓഫ് കോഴ്സ് ലൈഫ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ്. അവിടെ ലെസ് ഹെക്റ്റിക്കാണ്, പാരീസിനേക്കാൾ ലെസ് ഹെക്റ്റിക്കാണ് മാഡ്രിഡിൽ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യാൻ അവിടെ ആഗ്രഹിക്കുന്നു, അത് സാധിക്കുന്നുമുണ്ട്, ഞാൻ ഹാപ്പിയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു, ആങ്കിൾ ഇഞ്ചുറിയുടെ വിഷയം ഉണ്ടായിരുന്നു. ഇന്ന് കളിക്കുമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞ മറുപടി, എനിക്ക് കളിക്കണം, കോച്ചിനും എന്നെ കളിപ്പിക്കണമെന്നാണ്. എന്തായാലും ഇതൊരു മേജർ പ്രോബ്ലമായിട്ട് ഞാൻ കാണുന്നില്ല. ഐ ഫീൽ ഫൈൻ. എന്തായാലും പ്രത്യേകിച്ച് കൺസേൺ ഒന്നുമില്ല. ഐ വാണ്ട് ടു പ്ലേ ആൻഡ് ക്വാളിഫൈ ഫോർ ദി വേൾഡ് കപ്പ് എന്നാണ് ആ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി. അതുപോലെ തന്നെ ഒരു ചോദ്യം വിനിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കിപ്പോൾ വളരെ നല്ല റിലേഷൻഷിപ്പാണ് വിനിയുമായിട്ടുള്ളത്, ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ നല്ല ബന്ധം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ നന്നായിട്ട് അറിയാം. ഒരു വർഷം കൂടി ഞങ്ങൾ അധികം ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് പരസ്പരം അറിയാം. അവനൊരു ഗ്രേറ്റ് പ്ലെയറാണ്, അതോടൊപ്പം മികച്ച വ്യക്തിത്വവുമാണ്. ഞങ്ങളുടെ ലക്ഷ്യം സെയിമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ പറയുന്നു, ടു ഹെൽപ്പ് റയൽ മാഡ്രിഡ് വിൻ ടൈറ്റിൽസ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന്. എന്തായാലും എംബാപ്പെ വളരെ ഹാപ്പിയാണ്. റയലിൽ ഫ്രാൻസ് ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ കളിച്ച കളികളൊക്കെ ജയിച്ച്, 2 കളികളാണ് കളിച്ച്, 2ഉം ജയിച്ച് 6 പോയിൻറ്റുമായിട്ട് നിൽക്കുകയാണ്. ഇന്ന് വിജയിക്കുക, അടുത്ത കളി വിജയിക്കുക, വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കുക, അതാണ് എംബാപ്പയുടെ ലക്ഷ്യം. അതിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരും കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.